السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا جناح عليكم إن طلقتم النساء ما لم تمسوهن أو تفرضوا لهن فريضة ومتعوهن على الموسع قدره وعلى المقتر قدره متاعا بالمعروف حقا على المحسنين. وإن طلقتموهن من قبل أن تمسوهن وقد فرضتم لهن فريضة فنصف ما فرضتم إلا أن يعفون أو يعفو الذي بيده عقدة النكاح وأن تعفوا أقرب للتقوى ولا تنسوا الفضل بينكم إن الله بما تعملون بصير. السلام عليكم ورحمة الله. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ പഠന വിധേയമാക്കുന്നത് അൽ-ബഖറ സൂറയിലെ 236, 237 വചനങ്ങളാണ്. കുറച്ച് ആയത്തുകളായി അല്ലാഹു തലാഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മളുമായി സംസാരിക്കുന്നത്. ഇവിടെയും ഈ രണ്ട് ആയത്തുകളിലും അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കൂടി വിശ്വാസികൾ എന്ന നിലക്ക് നമ്മളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുകയാണ്. ലാ ജുനാഹ അലൈക്കും ഇൻ തല്ലഖ്തുമുൻ നിസാ. ലാ ജുനാഹ അലൈക്കും, നിങ്ങളുടെ മേൽ കുറ്റമില്ല. ഇൻ തല്ലഖ്തുമുൻ നിസാ, നിങ്ങളുടെ ഭാര്യമാരെ വിവാഹമോചനം ചെയ്താൽ മാലം തമസ്സൂഹുന്ന, അവരെ നിങ്ങൾ സ്പർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിക്കാഹ് ചെയ്തു, പക്ഷേ അവരെ കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ല, അവരുമായി ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ഓ തഫ്രിളൂ ലഹുന്ന ഫരീള, അല്ലെങ്കിൽ അവൾക്ക് നിർബന്ധമായും കൊടുക്കേണ്ട മഹർ നിങ്ങൾ നിശ്ചയിച്ചിട്ടുമില്ല. അപ്പോൾ ആ അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അല്ലാഹു പറയുന്നത്. നിങ്ങളുടെ ഭാര്യമാരെ കൂട്ടി കൊണ്ടുവന്നിട്ടില്ല, അവളുമായി ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, അതുപോലെ തന്നെ മഹർ നിശ്ചയിച്ചിട്ടുമില്ല. നിക്കാഹ് ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ മഹർ കൊടുക്കണമെന്നില്ല, മഹർ പിന്നെ കൊടുത്താലും മതി. പക്ഷെ മഹർ കൊടുക്കുക എന്നൊരു നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ മഹർ ആ സമയത്ത് നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ വമത്തിഊഹുന്ന അലൽ മൂസി ഖദറുഹു വഅലൽ മുഖ്തിരി ഖദറുഹു. മൂസി എന്ന് പറഞ്ഞാൽ നല്ല ജീവിത നിവൃത്തിയുള്ളവൻ, സാമ്പത്തികമായി ശേഷിയുള്ളവൻ, അവനനുസരിച്ച് ഒരു മുത്താഴത്ത് കൊടുക്കണം. വഅലൽ മുഖ്തിരി ഖദറുഹു, ജീവിതത്തിൽ ഞെരുക്കമുള്ളവനാണ്, പ്രയാസമുള്ളവനാണ്, അവൻ്റെ തോതനുസരിച്ച്. അപ്പം നിവൃത്തിയുള്ളവൻ അവൻ്റെ തോതനുസരിച്ചും പ്രയാസമുള്ളവൻ അവൻ്റെ തോതനുസരിച്ചും
അവൾക്ക് ഒരു സമ്മാനം കൊടുക്കണം, മുത്താഅത്ത് കൊടുക്കണം. ഈ മുത്താഅത്ത് എന്നതിന് പൂർവികരായ പണ്ഡിതന്മാർ പലതരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അവള് നിക്കാഹൊക്കെ ചെയ്തു, പക്ഷേ അവളുമായി വിവാഹം വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് തുടർന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ വിവാഹമോചനം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ സ്ത്രീക്ക് വല്ലാത്ത ഒരു പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസം എന്ന നിലക്ക് അവൾക്ക് ഒരു പാരിതോഷികം, മുത്തഅത്ത് നൽകുക എന്നത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് എന്നാണ് അള്ളാഹു ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അത് ഓരോരുത്തരുടെയും സാമ്പത്തിക അവസ്ഥ അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അതിൻ്റെ എങ്ങനെയൊക്കെ കൊടുക്കണമെന്നതിൽ പണ്ഡിതന്മാർ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് അവൾക്ക് ഒരു ഡ്രസ്സിനുള്ള വകയെങ്കിലും കൊടുക്കണം, ഒരു ഡ്രസ്സ് വാങ്ങി കൊടുക്കണം. ഏറ്റവും ചുരുങ്ങിയതാണ് പറയുന്നത്. കൂടുതലായി 30,000 40,000 ഒക്കെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിപ്പോൾ ദീനാറാണ്. അപ്പോൾ ഓരോരുത്തരും അവരുടെ കഴിവനുസരിച്ച് എന്തെങ്കിലും ഒരു പാരിതോഷികം ഇങ്ങനെ ഉള്ള അവസ്ഥ, ഈ നിക്കാഹ് ചെയ്ത് പക്ഷേ കുട്ടി കൊണ്ടുവന്നിട്ട് അവളുമായി ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ടില്ല, ആ അവസ്ഥയിൽ അവൾക്കൊരു പാരിതോഷികം നൽകി മാന്യമായി അവളെ പിരിച്ചയക്കണം എന്നാണ് അല്ലാഹു പറയുന്നത്. ബിൽ മഅറൂഫ് ഹഖൻ അലൽ മുഹ്സിനീൻ. മാന്യമായ നിലക്ക് അവൾക്ക് മത്താവ് കൊടുക്കുക, ജീവിത എന്നത് മത്താവ് എന്ന് പറഞ്ഞാൽ ജീവിത വിഭവം എന്നൊക്കെയാണ്. ഹഖൻ അലൽ മുഹ്സിനീൻ, അത് സുഹൃതം ചെയ്യുന്ന, നന്മ ചെയ്യുന്ന ആളുകളുടെ മേൽ ബാധ്യതയാണ് എന്നുകൂടി അല്ലാഹു ഓർമ്മപ്പെടുത്തും. അപ്പോൾ അതൊരു നിർബന്ധമായ കാര്യം തന്നെയാണ്. പക്ഷേ അതിന് ഇസ്ലാം ഒരു പരിധി നിശ്ചയിച്ചിട്ടില്ല. ഓരോരുത്തരും അവരുടെ കഴിവനുസരിച്ച് ഒരു പാരിതോഷികം അവൾക്ക് നൽകണം എന്നാണ് ഇവിടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഇനി തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നത്, വൈൻ തല്ലഖ്തുമൂഹുന്ന മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന, നിങ്ങൾ അവരെ വിവാഹമോചനം ചെയ്തു, മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന, അവളുമായി ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ്, വഖദ് ഫറദ്തും ലഹുന്ന ഫരീള, നിക്കാഹിൻ്റെ സന്ദർഭത്തിൽ തന്നെ നിങ്ങൾ ഇത്ര കൊടുക്കാം എന്ന് നിശ്ചയിക്കുകയും ചെയ്തു. വഖദ് ഫറദ്തും ലഹുന്ന ഫരീള, അവൾക്ക് കൊടുക്കേണ്ട ഫരീളത്ത് എന്ന് പറഞ്ഞാൽ നിക്കാഹ്. ഫരീള എന്നാണ് നിർബന്ധമായി അവൾക്ക് കൊടുക്കേണ്ടതാണല്ലോ പിന്നെ മഹർ എന്ന് പറയുന്നത്. അപ്പോൾ നിക്കാഹിൻ്റെ സന്ദർഭത്തിൽ അവൾക്ക് ഇത്ര പിന്നെ നിക്കാഹായി ഇന്ന സംഖ്യ അല്ലെങ്കിൽ ഇന്ന സാധനം അവൾക്ക് മഹറായി കൊടുക്കാം എന്ന് നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ നിസ്ഫു മാ ഫറദ്തും, അങ്ങനെ നിങ്ങൾ പ്രഖ്യാപിച്ച ആ മഹറിൻ്റെ പകുതി അവൾക്ക് കൊടുക്കണം. അത് നിർബന്ധമാണ്. അങ്ങനെ നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പകുതി അവൾക്ക് കൊടുക്കണം. ഇല്ല യഅഫൂന, അവിടെ നിന്ന് എന്തെങ്കിലും സ്വമേധയാ വിട്ടുവീഴ്ച ചെയ്ത് തരിക ആണെങ്കിലല്ലാതെ, അപ്പോൾ അവൾ പറയുകയാണ് എനിക്കതൊന്നും വേണ്ട, അല്ലെങ്കിൽ എനിക്ക് പകുതി വേണ്ട, ഒരു കുറച്ച് മതി എന്ന് അവൾ സ്വമേധയാ പറയുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ യൗഫുവല്ലദീ ബിയദിഹി, ഇപ്പോൾ നിശ്ചയിച്ച മഹർ തന്നെ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും, ചിലത് കൊടുത്തിട്ടുണ്ടാവില്ല. നിക്കാഹിൻ്റെ ടൈമിൽ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല, എത്രയും പെട്ടെന്ന് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിലപ്പോൾ ആൾ പിന്നെ നിക്കാഹിൻ്റെ സന്ദർഭത്തിൽ മഹർ കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മഹർ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ കൊടുത്ത അവസ്ഥയിലാണെങ്കിൽ യൗഫുവല്ലദീ ബിയദിഹി, അപ്പോൾ അവന് പകുതി ഇങ്ങോട്ട് വാങ്ങാവുന്നതാണ്. എത്രയാണോ കൊടുത്തത് അതിൻ്റെ പകുതി അവൾ ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന സന്ദർഭത്തിൽ യൗഫുവല്ലദീ ബിയദിഹി ഉഖ്ദത്തുൻ നിക്കാഹ്, ആരുമായിട്ടാണോ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത് അവൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ വിരോധമില്ല.
ഒരു സംഖ്യ കൊടുത്തു, അതിൻ്റെ പകുതി ആൾക്ക് അർഹതപ്പെട്ടതാണ്. ഇനി ആൾ പറയുകയാണ് എനിക്ക് അത്ര വേണ്ട എന്ന് പറഞ്ഞ് വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. വൻതഅഫു അഖ്റബു ലിത്തഖ്വ. എന്നിട്ട് അല്ലാഹ് പറയുന്നു, വിട്ടുവീഴ്ച ചെയ്യലാണ് തഖ്വയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ ജീവിതത്തിൻ്റെ ഏത് വിഷയങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യണം. ഈ മഹറിൻ്റെ വിഷയത്തിനും വിട്ടുവീഴ്ച ചെയ്യണം. രണ്ട് കൂട്ടരോടാണ് അല്ലാഹു പറയുന്നത്. ഈ വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീയും അതുപോലെ വിട്ടുവീഴ്ച ചെയ്യുക, അതുപോലെ തന്നെ വിവാഹത്തിൽ ഏർപ്പെട്ടിരുന്ന പുരുഷനും വിട്ടുവീഴ്ച ചെയ്യുക. വലാത്തൻസവുൽ ഫദ്ല ബൈനക്കും. എന്നിട്ട് അല്ലാഹു പറയുന്നു, നിങ്ങൾക്കിടയിൽ ഔദാര്യം കാണിക്കുന്നതിൽ ഒരിക്കലും നിങ്ങൾ മറവി സംഭവിക്കരുത്. ആ വിഷയത്തിൽ നിങ്ങൾ മറന്നു പോകരുത്. പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക, ഔദാര്യം ചെയ്യുക എന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അത് തഖ്വയുമായി ഏറ്റവും അടുത്ത കാര്യമാണ് എന്നൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു കണ്ടറിയുന്നവനാണ് എന്നുകൂടി അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ തഖ്വയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് വിട്ടുവീഴ്ച ചെയ്യലാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ചും ദാമ്പത്യ ജീവിതത്തിലൊക്കെ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് വിട്ടുവീഴ്ച. ആ വിട്ടുവീഴ്ച ഉണ്ടെങ്കിൽ ഇതിൻ്റെ മേഖലകളിലും വളരെ സന്തോഷത്തോടെ ആനന്ദത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുന്ന മേഖലകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.